നമ്മൾ ജീവിതത്തിൽ ദിവസവും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? മറ്റുള്ളവരോട് ചോദിക്കും, ഈ ലോകത്തിനോട് ചോദിക്കും, ദൈവത്തിനോട് ചോദിക്കും. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ ആത്മാവിനോട് ചോദിക്കുന്നില്ല, എൻ്റെ ആത്മാവേ, സത്യത്തിൽ ഞാൻ ആരാണ് എന്ന്. ജീവിതം മുഴുവനും നമ്മൾ അഭിനയിച്ചിരിക്കുന്ന വേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മകള്, മകൻ, അച്ഛൻ, അമ്മ, ജോലിക്കാരൻ, ഭർത്താവ്, ഭാര്യ, സുഹൃത്ത്, അങ്ങനെ പല വേഷങ്ങളാണ് നമ്മൾ അഭിനയിച്ച് തീർക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഒരു പുറം ചർമ്മം മാത്രമാണ്. പക്ഷേ ആ ഉള്ളിലിരിക്കുന്ന യഥാർത്ഥമായ ഞാൻ ആരാണ്, അതുമാത്രം ആത്മാവിനോട് ചോദിച്ചാൽ നമ്മൾക്ക് പല കാര്യങ്ങൾ മനസ്സിലാകും. ആത്മാവിനോട് ചോദിക്കുന്നത് ഒരു പ്രാർത്ഥനയല്ല, അതൊരു സംഭാഷണമാണ്. നമുക്കുള്ളിലെ നിശബ്ദമായ ദൈവത്തോടുള്ള ഒരു സംവാദം. നമ്മൾ പലപ്പോഴും ദൈവത്തെ എവിടേക്കോ അന്വേഷിക്കുന്നു. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ മനസ്സ് നിയന്ത്രണമായാൽ, മനസ്സിനെ അടക്കിയാൽ, ആ ശാന്തതയുടെ ആഴങ്ങളിൽ നിന്നും ആത്മാവിൻ്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാം. അത് വാക്കുകളില്ലാത്ത ഒരു ശബ്ദമാണ്. സ്നേഹത്തിൻ്റെയാണോ, സമാധാനത്തിൻ്റെയാണോ, ഒരു ദൈവികതയുടെ സ്പന്ദനമാണോ എന്നെല്ലാം അത് അനുഭവിച്ചാൽ അറിയുന്ന കാര്യമാണ്. കാരണം നമ്മൾ അധികം ശബ്ദമയമായ ഒരു സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ശബ്ദം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഭയം, നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ, ഓരോരുത്തരോടുള്ള ദേഷ്യം, വൈരാഗ്യം, പക, എല്ലാവരുമായിട്ടും ഒരു കമ്പയർ ചെയ്ത് നോക്കുന്ന ആ ഒരു സ്വഭാവം, ഇതൊക്കെയും നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്ന കാര്യങ്ങളാണ്. ഒരു ചെറിയ ഒരു നിമിഷം അല്ലെങ്കിൽ കുറച്ച് സമയം എങ്കിലും നിശബ്ദതയിൽ ഇരിക്കാൻ ശ്രമിക്കണം. അത് തന്നെയാണ് ആത്മാവിലേക്കുള്ള നമ്മുടെ വാതിൽ. നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദം ഒരിക്കലും നമ്മളോട് ദേഷ്യം കൊണ്ട് സംസാരിക്കില്ല. അതെപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുന്നതാണ്. അത് നമ്മളോട് പറയുന്നത് ശാന്തതയിലേക്കും സത്യത്തിലേക്കും ദൈവത്തിലേക്കും നിന്നെ ഞാൻ നയിച്ചു കൊണ്ടുപോകാം, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മളെ വളർത്തേണ്ടത് ആരാണ്? ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും ധ്യാനത്തിന് സമയം കണ്ടെത്തണം. നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കണം. അതുതന്നെയാണ് ദൈവത്തിൻ്റെ ആ ഒരു ആ ദൈവത്തിൻ്റെ ഒരു സംസാരം, അല്ലെങ്കിൽ ആ സ്വരം അതാണ്. സത്യസന്ധമായി ജീവിക്കാനും ആത്മാവിനെ കേൾക്കാനും അഴിമതിയില്ലാത്ത ഒരു മനസ്സ് വേണം എന്ന് പറയുമ്പോൾ അവിടെ ഭയമുണ്ടാകരുത്, ദേഷ്യമുണ്ടാകരുത്, ആരുമായിട്ടും കമ്പയർ ചെയ്യുന്ന ഒരു ഗുണമുണ്ടാകരുത്, ഒന്നും ഉണ്ടാകരുത്. നമ്മളെപ്പോഴും ഈ പ്രകൃതിയെ നിരീക്ഷിക്കണം. പ്രകൃതി ആത്മാവിൻ്റെ കണ്ണാടിയാണെന്ന് പറയും. ഈ പ്രകൃതി ദൃശ്യങ്ങൾ കണ്ട് ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിൻ്റെ ആ ഒരു സമാധാന നില. അതിനാണ് എല്ലാവരും ഈ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ആഴ്ചയിലൊരിക്കലോ, മാസത്തിലൊരിക്കലോ, വർഷത്തിലൊരിക്കലോ ഒക്കെ നമ്മൾ ഈ ടൂറ് പോകുന്നത്. പക്ഷേ അത് ഈ ടൂറ് പോകുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് വേറെന്തൊക്കെയായിട്ട് മാറിയിരിക്കുകയാണ്. പ്രകൃതി ദൃശ്യങ്ങളെ ഉൾക്കൊള്ളുക, ആ പ്രകൃതിയിലൂടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെ നമ്മൾ നിരീക്ഷിക്കുക. അതിലൂടെ നമ്മുടെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളിൽ കാണുമ്പോഴും അതിനെപ്പറ്റി നമ്മൾ ആ ഒരു പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഏകാഗ്രമായിട്ട് ഒരിടത്ത് പോയി ഇരുന്ന്
ഇത്തിരി നേരം ഒന്ന് നമ്മൾക്ക് തനിയെ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് എവിടെയും ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെയെങ്കിലും നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഇത്തിരി നേരം ഒന്ന് ആലോചിച്ചാൽ എന്തെല്ലാം ആലോചനകളാണ് നമ്മുടെ മനസ്സിലൂടെ വരുന്നത്. നെഗറ്റീവായിട്ട് വരുന്നവരുണ്ട്, പോസിറ്റീവായിട്ടും വരുന്നവരുണ്ട്. അത് പോസിറ്റീവിന് മാത്രം എടുക്കണം. ഈ ലോകത്ത് എന്താണ് അങ്ങനെ നടക്കുന്നത്, എന്താണ് ഇങ്ങനെ നടക്കുന്നത്, അതെന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും മനസ്സിൽ. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ തേടി പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ആത്മാവിനോട് സംസാരിക്കുന്നവർക്ക് അവരുടെ ജീവിതം പെട്ടെന്ന് മാറും. അവർക്ക് പെട്ടെന്നൊരു സമാധാനം ലഭിക്കും. ദേഷ്യങ്ങളും പകകളും അഹങ്കാരങ്ങളും എല്ലാം അകലും. ദൈവവുമായി നേരിട്ടുള്ള ബന്ധം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, ഈ ശരീരം ഞാനല്ല, ഈ പേര് ഞാനല്ല, അത് ഞാൻ ദൈവത്തിൻ്റെ ഒരു കണം മാത്രമാണ് എന്ന്. ഇപ്പോൾ ഈ നിമിഷം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് കണ്ണടയ്ക്കുക. ഒരു ദീർഘശ്വാസം എടുക്കുക, അത് പുറത്തു വിടുക. ഇപ്പോൾ ഉള്ളിൽ ഒരു ചോദ്യം ചോദിക്കുക, എൻ്റെ ആത്മാവേ, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? ഉത്തരം ആരും അകത്തിരുന്ന് സംസാരിക്കില്ല, വാക്കുകളായിട്ട് വരില്ല. അത് സ്നേഹത്തിൻ്റെ രൂപത്തിൽ, ശാന്തതയുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു സ്പന്ദനം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും. നിശബ്ദതയുടെ ആഴങ്ങളിൽ ദൈവം തന്നെ സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അതുതന്നെയാണ് ആത്മീയതയുടെ തുടക്കം എന്ന് പറയുന്നത്. പല ചോദ്യങ്ങൾ, പലതിനെപ്പറ്റിയും നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഓരോന്നിനെപ്പറ്റിയും ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. എന്തുകൊണ്ടാണിത്? ഇതെന്താണ് ഇങ്ങനെ? അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഈ പേര് വന്നു? എങ്ങനെ ഈ കളറ് വന്നു? ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊന്നിനും മറുപടി ഉണ്ടാവില്ല. ഒരു വിചിത്രമായ ഒരു അത്ഭുത പ്രതിഭാസം പോലെ നമ്മൾക്ക് തോന്നും. എല്ലാം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന എല്ലാ വിഷയങ്ങളിലും ഇതിൻ്റെ പിന്നിൽ ഒരു അത്ഭുത പ്രതിഭാസമുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അതുതന്നെയാണ് ആത്മീയതയിലേക്ക് വരുന്നതിൻ്റെ തുടക്കം. അപ്പോൾ ഇതുതന്നെയാണ് നമുക്കെല്ലാവർക്കും ചെയ്യേണ്ട ഏറ്റവും വലിയൊരു യാത്രയെന്ന് പറയുന്നത്. പുറത്തേക്കുള്ള യാത്രയുടെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന യാത്ര. അവിടെ ദൈവം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നീ എപ്പോഴാണ് അതിന് തയ്യാറായിട്ട് വരിക എന്നുള്ളത്. സത്യങ്ങളെല്ലാം നിനക്ക് ബോധിപ്പിച്ചു തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ അതിന് തയ്യാറാകുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവരും ആത്മാവിനോട് സംസാരിക്കാൻ പഠിക്കുക. അപ്പോഴാണ് നമ്മൾ മുന്നിൽ കാണുന്ന ഒന്നും നമ്മളെ ബാധിക്കുന്നതൊന്നുമല്ല എന്നൊരു ചിന്ത വരുന്നതും അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം ഒഴുകി വരുന്നതും നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊപ്പമുള്ള ബന്ധങ്ങളെ വിട്ടുപോകണമെന്നോ അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് നമ്മൾ തനിയെ ഒരിടത്തേക്ക് യാത്ര ചെയ്യണമെന്നോ എന്നൊന്നുമില്ല. ആ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഈ ബന്ധങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെയുള്ളത്, ഇതെല്ലാം ആരാണ്, അതിനെപ്പറ്റിയുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ധ്യാനിയായിരിക്കണം. അത് നമ്മുടെ ഭൗതികമായ ഒരാവശ്യങ്ങളും ചോദിച്ചു മേടിക്കുവാൻ വേണ്ടിയല്ല. ഒരു ആവശ്യങ്ങളുമില്ലാതെ, ഒരു പ്രതീക്ഷകളുമില്ലാതെ കുറേ നേരം നിങ്ങൾ തനിച്ചിരിക്കാൻ പഠിക്കുക. തനിച്ചിരുന്ന് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ആ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ആ ശ്വാസം നിങ്ങളോട് സംസാരിക്കും. അതാണ് ആത്മീയത. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറെടുക്കുക. ഓരോരുത്തരും അവരവരുടെ ആത്മാവിൻ്റെ കടമകളും ഉദ്ദേശങ്ങളും ഈ ശരീരം എടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതവും വിജയവുമായി തീരും.
സമാധാനപരമായി എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, ഈ ആത്മാവ് ഈ ശരീരമെടുത്ത് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കറക്റ്റായി നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ജോലി എന്ന് പറയുന്നത് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ അച്ഛനാണ്, അമ്മയാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ആ ഒരു ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ആത്മീയ യാത്ര പൂർണ്ണമാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ധ്യാനമെടുക്കാൻ പറയുന്നത്. ആ ധ്യാനമാർഗം ആനാപാനസതി ധ്യാനത്തിലൂടെ തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും കിട്ടുമത്. അതാണ് VMC മലയാളം മെഡിറ്റേഷൻ ചാനലിലൂടെ സീമാജി എന്ന ആ ഒരു ദിവ്യാത്മസ്വരൂപ പ്രകൃതിയാണത്. ഈ പ്രപഞ്ചശക്തി തന്നെയാണ് സീമാജിയുടെ നാക്കിലൂടെ സംസാരിക്കുന്നത്. സീമാജി എന്ന് പറയുന്ന ഒരു പ്രകൃതി ദേവി പ്രകൃതിയാണത്, വേറൊന്നുമല്ല. അതിനെ അംഗീകരിക്കുന്നവരും ആ വാക്കുകൾക്ക് മൂല്യം കൊടുക്കുന്നവരും തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നിറയെ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങളിലൂടെ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ എന്തെല്ലാമാണ് നേടുന്നത്, എന്തെല്ലാമാണ് തേടിക്കൊണ്ടിരിക്കുന്നത്, അതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ നോക്കി താനേ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ധ്യാനം പരിശീലിക്കുക. ആ VMC മെഡിറ്റേഷൻ ചാനലിൽ പോയി ആ ധ്യാന മാർഗങ്ങളെയെല്ലാം ഉൾക്കൊണ്ട് ഓരോ പൗർണമി, അമാവാസി എല്ലാത്തിലും ധ്യാനം കൊടുക്കുന്നുണ്ട്. അതെല്ലാം പോയി പങ്കെടുക്കുക. ഒരു 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 കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ധ്യാനം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കുക. ആത്മാവിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളതിൻ്റെ ഉത്തരം പൂർണ്ണമായിട്ടും നമ്മൾക്ക് കിട്ടും. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.